ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയാന്ന് നോക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ചിക്കൻ കഴുകിയതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഈ മാറ്റി വെച്ച പൊടികളും ഇട്ട് നന്നായി കുഴച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു 10 മിനിറ്റോളം അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് സവാള ഇടുക. നിങ്ങൾക്ക് എത്രയാണോ വെളിച്ചെണ്ണ വേണ്ടത്, എത്രയാണോ സവാള വേണ്ടത്. സവാള ഒരുപാട് ആയാലും അത് മധുരം വരും കറിയിൽ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് കുറയും. അപ്പോൾ ഒരു 3 സവാള മാക്സിമം അത് മതിയാവും. ഒരു ഇടത്തരം സവാള അത് മതിയാവും. അപ്പോൾ അത് സവാള വഴറ്റുക. ഈ വഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നല്ലോണം ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിലൊക്കെ വഴറ്റിയെടുക്കും അല്ലേ, അങ്ങനെ ചെയ്യേണ്ട. കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതി. അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ചെറുതായി ഒന്ന് വഴറ്റുക. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കനും കൂടി സവാളക്കകത്ത് ഇട്ട് കൊടുക്കുക. അത് നന്നായി വഴറ്റി നമ്മൾ ഈ ചിക്കൻ മാറ്റി വെച്ച് അതിനകത്ത് തന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കനിലേക്ക് ഒഴിക്കുക. തോനെ വെള്ളമാവരുത്, എന്നാൽ കുറയാനും പാടില്ല. ആ രീതിയിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മതിയാവും. അപ്പോൾ അതും കൂടി ഇട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. ആദ്യം ഒന്ന് തീ കൂട്ടുക, അത് തിളച്ച് വരുമ്പം ചെറിയ തീയാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്താൽ നമ്മൾ ചിക്കൻ കറി സൂപ്പറായിട്ട് കിട്ടും. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു ടേസ്റ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കറി മാറ്റി വെച്ചതിന് ശേഷം സവാളയും തേങ്ങാക്കൊത്തും കൂടി വറുത്തിടുക, മൂപ്പിച്ചിടുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വാങ്ങാൻ നേരത്ത് ഇത് കറി ഇറക്കി വെക്കാൻ നേരത്ത് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടി കുറച്ചുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ടാകും. ഇതിൻ്റെ കളർ തന്നെ നല്ല കളറാണ്. ടേസ്റ്റും അത് ആ പൊടി മൂപ്പിച്ചെടുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെയാണ്. നമ്മൾ പച്ചക്കിടുന്നതും മൂപ്പിച്ചെടുത്തതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കറിക്ക് എന്ത് ടേസ്റ്റാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെയും കമൻറ്റ് ചെയ്യുക. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കറി എങ്ങനെയുണ്ടെന്ന് പറയാം. ഇനിയിപ്പം അടുത്ത വീഡിയോ ചെയ്യുമ്പം ചിക്കൻ കറി ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ആണോന്നോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.